ഈ വീഡിയോയിൽ നമ്മൾ പീസ്മെയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഡിസൊല്യൂഷനിൽ ഗ്രാജുവൽ റിയലൈസേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ, അതായത് ഡിസൊല്യൂഷൻ ടൈമിൽ നമ്മൾ അസറ്റ്സ് എല്ലാം റിയലൈസ് ചെയ്ത് ആ കിട്ടുന്ന എമൗണ്ട് കൊണ്ട് ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുകയാണ് പതിവ്. ഈ അസറ്റ് റിയലൈസേഷൻ എന്ന് പറയുന്ന ഓൾ ഓഫ് ദി സഡൻ ഹാപ്പൻ ചെയ്യണമെന്നില്ല. അതായത് ഗ്രാജുവൽ ആയിട്ടായിരിക്കും. നമ്മുടെ കയ്യിൽ ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഇങ്ങനെ പലതരം കറണ്ട് അസറ്റും ഫിക്സ്ഡ് അസറ്റും ഉണ്ടാവും. ഇത് ഒറ്റയടിക്ക് നമുക്ക് റിയലൈസ് ചെയ്ത് കിട്ടണമെന്നില്ല. ഗ്രാജുവൽ ആയിട്ടായിരിക്കും. ആദ്യം ചിലപ്പം ഫർണിച്ചർ ആയിരിക്കും റിയലൈസ് ചെയ്ത് കിട്ടുന്നത്, പിന്നീട് ഡെറ്റേഴ്സ് കളക്ട് ചെയ്ത് കിട്ടും. ആ കിട്ടുന്ന എമൗണ്ട് കൊണ്ട് ഏത് ലയബിലിറ്റീസ് ആണ് ആദ്യം പേ ഓഫ് ചെയ്യുന്നത്, ഏതിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, അതാണ് പീസ്മെയിൽ ഡിസ്ട്രിബ്യൂഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആസ് പെർ പ്രൊപ്പോർഷണേറ്റ് ക്യാപിറ്റൽ മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഫേമിന് അസറ്റ് റിയലൈസ് ചെയ്ത് ഘട്ടം ഘട്ടമായി എമൗണ്ട് കിട്ടും. ഈ എമൗണ്ട് ഏത് ഓർഡറിലാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന്, ആദ്യം കിട്ടുന്ന നമുക്ക് റിയലൈസ് ചെയ്ത് കിട്ടുന്ന തുക, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു യൂസ് ഇറ്റ് ഫോർ സ്പെൻഡിങ് റിയലൈസേഷൻ എക്സ്പെൻസ്. അതായത് റിയലൈസേഷൻ എക്സ്പെൻസ് കുറെ നമുക്ക് ഇൻകർ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് വേണ്ടിയാണ് ആദ്യത്തെ റിയലൈസേഷൻ എമൗണ്ട് യൂസ് ചെയ്യുന്നത്. പിന്നീടുള്ള പ്രിഫറൻസ് നമ്മുടെ എക്സ്റ്റേണൽ ലയബിലിറ്റി ക്ലിയർ ഓഫ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. അതായത് ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, പാർട്ട്നേഴ്സ് റിലേറ്റീവ്സ് ലോണ്, പിന്നീട് പാർട്ട്നേഴ്സ് ലോണ്, അതിനുശേഷം എന്തെങ്കിലും മിച്ചം ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ റീപേ ചെയ്യാനായിട്ട് യൂസ് ചെയ്യണം. അതാണ് ഓർഡർ എന്ന് പറയുന്നത്, ഓർഡർ ഓഫ് പേയ്മെന്റ്. ഇനി പീസ്മെയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം കൂടി എക്സ്ട്രാ ആയിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് അസറ്റ് റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് കൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ റിയലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്യണം, പിന്നീട് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യണം, പിന്നീട് നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ, എക്സ്റ്റേണൽ ലയബിലിറ്റീസ്, പാർട്ട്നേഴ്സിന്റെ റിലേറ്റീവിന്റെ ലോൺ, പിന്നീട് പാർട്ട്നേഴ്സ് ലോൺ, പിന്നീട് ഫൈനലി ക്യാപിറ്റൽ ആണ്. പാർട്ട്നേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ പേ ഓഫ് ചെയ്യണം. ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന് ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസേ ഉള്ളൂ. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ നമ്മൾ ക്ലിയർ ഓഫ് ചെയ്യാൻ നേരത്തേക്കും ആർക്കാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളതെന്ന് നോക്കണം. അയാൾക്ക് വേണം, ആ പാർട്ട്ണർക്ക് വേണം ആദ്യമായി നമ്മൾ പ്രിഫറൻസ് കൊടുക്കാൻ. നമ്മുടെ കയ്യിലിരിക്കുന്ന എമൗണ്ട് വെച്ച് ആദ്യമായിട്ട് സർപ്ലസ് ആണ് പേ ഓഫ് ചെയ്തേണ്ടത്. അങ്ങനെ ആരുടെയൊക്കെ സർപ്ലസ് ഉണ്ടോ അവരുടെ എല്ലാം സർപ്ലസ് പേ ഓഫ് ചെയ്തതിന് ശേഷമാണ് ബാക്കിയുള്ള തുക എല്ലാവർക്കും കൂടെ ഈക്വലി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇതാണ് പ്രൊപ്പോർഷണേറ്റ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ പാർട്ട്നേഴ്സിന്റെ കാര്യം വരുമ്പോഴത്തേക്കും അതൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നല്ലതാവും. ഫോർ എക്സാമ്പിൾ, വി ഹാവ് 3 പാർട്ട്നേഴ്സ് എ ബി. ഇവിടെ ഈ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യുന്ന എ ബി സി എന്ന് പറഞ്ഞ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. സപ്പോസ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇസ് 1:1, അതായത് ഈക്വൽ പാർട്ട്നേഴ്സ് ആണെന്ന് വെച്ചോ. അപ്പൊ ഇവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്, ഈ ക്വസ്റ്റ്യനിൽ ഞാൻ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ പറയുന്നേ ഉള്ളൂ. എയുടെ ക്യാപിറ്റൽ 1 lakh, ബിയുടെ ക്യാപിറ്റൽ 1 lakh, സിയുടെ ക്യാപിറ്റൽ 1,05,000. അങ്ങനെ സിക്ക് മാത്രം 1,05,000 ഉണ്ട്. ഇവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് പ്രപ്പോർഷൻ അനുസരിച്ച് എല്ലാവർക്കും 1 lakh മതിയല്ലോ. പക്ഷേ സിക്ക് മാത്രം 1,05,000 ഉണ്ട്. അപ്പൊ ആർക്കാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത്? ഈ കേസിൽ സിക്കാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത്. 5,000 രൂപ അയാൾക്ക് സർപ്ലസ് ക്യാപിറ്റൽ ഉണ്ട്. അപ്പൊ അയാളുടെ ഈ 5,000 രൂപയായിരിക്കണം ആദ്യം പേ ഓഫ് ചെയ്യേണ്ടത്. അതിനുശേഷം മിച്ചം എന്തെങ്കിലും പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവർക്കും, അതായത് ഇൻക്ലൂഡിങ് എ ബി ആൻഡ് സി, എല്ലാവർക്കും നമ്മൾ ഉള്ള എമൗണ്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. അതാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ റീപേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ആർക്കാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത് അവരുടെ സർപ്ലസ് ക്യാപിറ്റൽ ആദ്യം പേ ഓഫ് ചെയ്യണം. ചിലപ്പം ബിക്കും സർപ്ലസ് ക്യാപിറ്റൽ ഉണ്ടാവും. അപ്പം സിയുടെയും ബിയുടെയും സർപ്ലസ് ക്യാപിറ്റൽ പേ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം മിച്ചം തുക ഉണ്ടെങ്കിൽ പിന്നീട് എല്ലാ പാർട്ട്നേഴ്സിനും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മിച്ചമുള്ള എമൗണ്ട് വീതിച്ചു കൊടുക്കുക. അതാണ് പ്രൊപ്പോർഷണൽ ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ റീപേ ചെയ്യേണ്ട പ്രൊസീജിയർ. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. എ ബി ആൻഡ് സി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 5:3:2. റേഷ്യോ എന്ന് പറയുന്നത് 5:3:2 ആണ്. ദിസ് ഇസ് ദ റേഷ്യോ. അവിടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റേഴ്സ്, എസ് ലോൺ, എസ് എ പാർട്ട്നേഴ്സ് ലോൺ ഉണ്ട്, ക്യാപിറ്റൽ എ ബി ആൻഡ് സി 3 പേർക്കും ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അസറ്റ് സൈഡിൽ ക്യാഷ് ഇൻ ഹാൻഡ്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. മറ്റ് ഫിക്റ്റീഷ്യസ് അസറ്റ്സ് ഒന്നും അസറ്റ് സൈഡിലില്ല. ലയബിലിറ്റി സൈഡിൽ ജനറൽ റിസർവോ അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇവിടെ ലയബിലിറ്റീസ് ഏതൊക്കെയാണ് ആദ്യം പേ ഓഫ് ചെയ്യേണ്ടത്? ഒരു ഡിസൊല്യൂഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഏതൊക്കെ ലയബിലിറ്റീസ് ആണ് ആദ്യം പേ ഓഫ് ചെയ്യേണ്ടത്? റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുക. അതിനുശേഷം
പ്രിഫറൻസ് കൊടുക്കേണ്ടത് ക്രെഡിറ്റേഴ്സിന്, പിന്നെ പാർട്ട്ണറിന്റെ ലോണിന്. അതിനുശേഷം എന്തെങ്കിലും മിച്ചം എമൗണ്ട് ഉണ്ടെങ്കിൽ, റിയലൈസ് ചെയ്ത് മിച്ചം എന്തെങ്കിലും എമൗണ്ട് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന് അവരുടെ ക്യാപിറ്റൽ റീപേ ചെയ്യണം. റീപേ ചെയ്യുമ്പോഴും ഓർക്കേണ്ട കാര്യം, ഇതിൽ ആർക്കാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത് അവർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. ഈ പാർട്ട്നേഴ്സിൽ ആർക്കാണ് സർപ്ലസ്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത്, അവരുടെ സർപ്ലസ് ക്യാപിറ്റൽ പേ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം ബാലൻസ് എമൗണ്ട് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവർക്ക് എല്ലാവർക്കും കൂടെ വീതിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ബാക്കി നോക്കാം. ക്വസ്റ്റ്യൻ്റെ ഇത്രയാണ് ബാലൻസ് ഷീറ്റിലുള്ളത്. Then it was agreed to repay the amount due to partners as and when the assets were realized. അസറ്റ്സ് ഇത്രയും അസറ്റ്സ് ആണുള്ളത്. റിയലൈസ് ചെയ്യാനുള്ള അസറ്റ്സ് എന്ന് പറയുന്നത് ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഓൾറെഡി 10,000 രൂപ ക്യാഷ് ഇരിപ്പുണ്ട്. ഇത് റിയലൈസ് ചെയ്ത് കിട്ടിയത് ഇങ്ങനെയാണ്. ഫസ്റ്റ് റിയലൈസ് ഇതിൽ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെയോ അസറ്റ് റിയലൈസ് ചെയ്ത് നമുക്ക് 20,000 രൂപ കിട്ടി ആദ്യം. പിന്നീട് 5th മെയ്യിൽ 73,000 റുപ്പീസ് കിട്ടി. പിന്നീട് 7th ജൂണിൽ, ജൂലൈയിൽ 47,000. പല സ്റ്റേജസ് ആയിട്ടാണ് നമുക്ക് ഈ അസറ്റ്സ് എല്ലാം റിയലൈസ് ചെയ്ത് എമൗണ്ട് ലഭിച്ചിരിക്കുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഹൗ ദ ഡിസ്ട്രിബ്യൂഷൻ ഷുഡ് ബി മെയ്ഡ്. അതായത് നമുക്ക് ഈ അസറ്റ് റിയലൈസ് ചെയ്ത് കിട്ടിയ എമൗണ്ട് 20 + 73 + 47,000 ഇത് എങ്ങനെയാണ് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, ആർക്കൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ക്ലിയർ ദി റിയലൈസേഷൻ എക്സ്പെൻസ് ഇഫ് എനി. ഈ ക്വസ്റ്റ്യനിൽ റിയലൈസേഷൻ എക്സ്പെൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ബോധർ ചെയ്യേണ്ട, റിയലൈസേഷൻ എക്സ്പെൻസ് ഇല്ല. പിന്നീട് അത് കഴിഞ്ഞ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് ആർക്കാന്ന് പറഞ്ഞ എക്സ്റ്റേണൽ ലയബിലിറ്റി. ഇവിടെ ആർക്ക് ഏതൊക്കെ എക്സ്റ്റേണൽ ലയബിലിറ്റി ആണുള്ളത്? പിന്നീട് ഈ എമൗണ്ടിനോട് നമ്മൾ പേ ഓഫ് ചെയ്യേണ്ട ക്രെഡിറ്റേഴ്സിന് പേ ഓഫ് ചെയ്യുക, പിന്നീട് എയ്സ് ലോൺ പേ ഓഫ് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും എമൗണ്ട് മിച്ചം ഉണ്ടെങ്കിൽ, അതായത് ഈ റിയലൈസ് ചെയ്ത് കിട്ടിയ ഈ എമൗണ്ടിൽ എന്തെങ്കിലും മിച്ചം ഉണ്ടെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പേ ഓഫ് ദി ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ ദി പാർട്ട്നേഴ്സ്. അതും ആദ്യം ആർക്കാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്? ABC-യിൽ ആർക്കാണോ സർപ്ലസ് ക്യാപിറ്റൽ, അല്ലെങ്കിൽ ആർക്കൊക്കെയാണോ സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത് അവരുടേതാണ് ആദ്യം തിരികെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ സർപ്ലസ് ക്യാപിറ്റലിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ല. അത് ഞാൻ ഒരു ഈസി വേയിൽ എക്സ്പ്ലെയിൻ ചെയ്ത്, 3 ഈക്വൽ പാർട്ട്നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ 3 പേരുടെയും ക്യാപിറ്റൽ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 1 lakh, 1 lakh, ഒരാൾക്ക് 1,05,000. അപ്പൊ പ്രൊപ്പോർഷൻ അനുസരിച്ച്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അനുസരിച്ച് ആണെന്നുണ്ടെങ്കിൽ ഈക്വൽ പാർട്ട്നേഴ്സ് ആയിട്ട് എല്ലാവരുടെയും ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനും ഈക്വലി മതി. 1 lakh, 1 lakh, 1 lakh മതി. പക്ഷെ ഒരാൾക്ക് 1,05,000 ഉണ്ട് എങ്കിൽ അയാളുടെ സർപ്ലസ്, അയാൾ എത്രയാണ് എക്സസ് കൊണ്ടുവന്നേക്കുന്നത്? 5,000 രൂപ. അത് കൊടുത്തതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ സെറ്റിൽ ചെയ്യാൻ പാടുള്ളൂ. അതിനെയാണ് പ്രൊപ്പോർഷണൽ ക്യാപിറ്റൽ മെത്തേഡിൽ പാർട്ട്നേഴ്സിന് പ്രിഫറൻസ് കൊടുക്കുന്നത്. ആ രീതിയിലാണ്. സർപ്ലസ് ആർക്കൊക്കെയാണുള്ളത് അവരുടേത് കൊടുത്തു തീർന്നതിന് ശേഷമാണ് അടുത്തതിലോട്ട് പോകേണ്ടത്. ഓക്കെ, നമുക്ക് സ്ട്രേറ്റ് അവേ ഇവിടെ റിയലൈസേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മെത്തേഡിൽ ബേസ് മെയിലിൽ സ്ട്രേറ്റ് അവേ നമുക്ക് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു പ്രിപ്പയർ എ സ്റ്റേറ്റ്മെന്റ് ഷോയിങ് സർപ്ലസ് ക്യാപിറ്റൽ. ആർക്കൊക്കെയാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉണ്ടെന്നുള്ള ഒരു വർക്കിംഗ് ചെയ്യുക. അപ്പൊ ആ വർക്കിംഗ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. We need to prepare a statement like this. Statement showing surplus capital. ഇത് പാർട്ട്നേഴ്സിൽ അവരുടെ ക്യാപിറ്റൽ ആർക്കാണ് ആദ്യം പേ ചെയ്യുന്നത്, ആർക്കാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത്, ആർക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് പേയ്മെന്റിൽ. സീരിയൽ നമ്പറിന് ഒരു കോളം, പിന്നെ പെർട്ടിക്കുലേഴ്സ് എഴുതാൻ ഒരു കോളം, പിന്നീട് എത്ര പാർട്ട്നേഴ്സ് ഉണ്ട് അവർക്കെല്ലാം ഓരോ കോളം വെച്ച്. ഇവിടെ 3 പാർട്ട്നേഴ്സ് ആണ്. സോ വി നീഡ് ടു പ്രൊവൈഡ് എ കോളം ഫോർ A, B and C. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എഴുതാം. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടല്ലോ, 5:3:2. ഇതാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് വി നീഡ് ടു റൈറ്റ് ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ദാറ്റ് ഇസ് 5:3:2. പിന്നീട് ഇവരുടെ ക്യാപിറ്റൽ എത്രയാണ്? ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ക്യാപിറ്റൽ 50,000, 15,000, 45,000. പിന്നീട് ചിലപ്പോൾ ജനറൽ റിസർവോ ഏതെങ്കിലും ഫിക്ടീഷ്യസ് അസറ്റ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ക്യാപിറ്റൽ ആയിരിക്കണം ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കേണ്ടത്. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല. സോ വി ക്യാൻ ജസ്റ്റ് കോപ്പി ദിസ് ബാലൻസ്. 50,000, 15,000, 45,000. 50,000, 15,000, 45,000. നമ്മൾ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2ഉം കഴിഞ്ഞു. ക്യാപിറ്റലും എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, തേർഡ് സ്റ്റെപ്പ് ഇസ് ഡിവൈഡ് ദ ക്യാപിറ്റൽ ബൈ ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഈ എഴുതിയിരിക്കുന്ന ക്യാപിറ്റലിനെ ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ്, അതായത് പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്യുക. എയുടെ എന്താണ്? എയുടെ 50,000 ആണ് ക്യാപിറ്റൽ. ഡിവൈഡ് ദാറ്റ് ക്യാപിറ്റൽ ബൈ ഹിസ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ദാറ്റ് ഇസ് 50,000 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുന്നത് 10,000. അടുത്ത ബിയുടെ
divide his capital by his profit sharing ratio. Add a capital of 15,000 divided by his profit sharing ratio is 3. 15,000 divided by 3, that is 5,000. ഇനി അതുപോലെ സിയുടെ ക്യാപിറ്റൽ 45,000 divided by his profit sharing ratio 2. 45,000 divided by 2, that is 22,500. അങ്ങനെ തേർഡ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ 3 പേരിലും ആർക്കാണ് ലീസ്റ്റ് ക്യാപിറ്റൽ ഉള്ളത് നോക്കുക. ലീസ്റ്റ് ക്യാപിറ്റൽ ഉള്ള ആർക്കാണ്? നമ്മുടെ ഈ തേർഡ് സ്റ്റെപ്പ് അനുസരിച്ച് ലീസ്റ്റ് ക്യാപിറ്റൽ ഉള്ളത് ആർക്കാണ്? ബിക്ക് തന്നെയാണ്. ഈ 5,000 ഉള്ളൂ. ടേക്ക് ഹിസ് ക്യാപിറ്റൽ ആസ് ബേസ്. അയാളുടെ ലീസ്റ്റ് ക്യാപിറ്റൽ ബേസ് ആക്കി എടുത്തു വെച്ച് നമ്മള് മറ്റുള്ളവരുടെ ക്യാപിറ്റൽ ആ പ്രൊപ്പോർഷനിൽ ആക്കുക. ബിക്ക് ആണ് ലീസ്റ്റ് ക്യാപിറ്റൽ. ഇത് വെച്ചാണെന്നുണ്ടെങ്കിൽ ഇത് ബേസ് ആക്കിക്കൊണ്ട് ബാക്കിയുള്ളവരുടെ ക്യാപിറ്റലിനെ പ്രിഫിക്സ് ചെയ്യുക. അപ്പൊ എയുടെ ക്യാപിറ്റൽ എത്ര വരും? അത് പ്രിഫിക്സ് ചെയ്യുന്ന ഇങ്ങനെയാണ്: ബേസ് ക്യാപിറ്റൽ, ലീസ്റ്റ് ബേസ് ക്യാപിറ്റൽ ഇൻടു അതാത് പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അപ്പൊ എയുടെ വരുമ്പോ ഏതാ? ലീസ്റ്റ് ക്യാപിറ്റൽ എമൗണ്ട് യൂസ് ചെയ്യാവുള്ളൂ. 5,000 is the least capital, that is B's capital, into A's profit sharing ratio. of Aയുടെ profit sharing ratio 5. 5,000 into 5, 25,000. അതുപോലെ ബിയുടെയും ചെയ്യണം. Least capital is 5,000 into his profit sharing ratio 3. So 5,000 times 3, it is 15,000. അതുപോലെ സീഡത് എത്രയാണ്? 5,000. ലീസ്റ്റ് അതേ യൂസ് ചെയ്യുള്ളൂ, ലീസ്റ്റ് ക്യാപിറ്റൽ, അതാണ് ബേസ്, ഇൻടു ഹിസ് ക്യാപിറ്റൽ റേഷ്യോ, ഹിസ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ്. ഞാൻ അറിയാം ചിലപ്പോൾ ക്യാപിറ്റൽ റേഷ്യോ എന്നൊക്കെ പറയും, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് ഓർക്കണം. ഇൻടു 2. 5,000 times 2, that is 10,000. ആ സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് വെച്ചിട്ട് ആർക്കാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത് നോക്കുക. ഈ ബേസ് വെച്ച് ലീസ്റ്റ് ക്യാപിറ്റൽ വെച്ച് ഇവരുടെ റീഅറേഞ്ച് ചെയ്ത ക്യാപിറ്റൽ ഇതാണ്. നമ്മൾ പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്: എക്ക് 25,000, അതായത് ബിയുടെ ബേസ് വെച്ച് ബിക്ക് 15,000, സിക്ക് 10,000. ഇനി ഇതിൽ ആർക്കാണ് സർപ്ലസ് ഉള്ളതെന്ന് നോക്കാം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഫോർത്ത് സ്റ്റെപ്പ് കഴിഞ്ഞ് ഫിഫ്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് സർപ്ലസ് ക്യാപിറ്റൽ. സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ ഇവരുടെ ഒറിജിനൽ ക്യാപിറ്റൽ ഉണ്ടല്ലോ, ആക്ച്വൽ ക്യാപിറ്റൽ മൈനസ് ഈ ലീസ്റ്റ് എമൗണ്ട് വെച്ചുള്ള ക്യാപിറ്റൽ. 50,000 ആണ് ആക്ച്വൽ ക്യാപിറ്റൽ. ഇപ്പോഴത്തെ പ്രൊപ്പോർഷൻ അനുസരിച്ച് 25,000 മതി. എങ്കിൽ എത്ര എക്സസ് ഉണ്ട്? 50,000 minus 25,000, that is 25,000. A is having a surplus capital of 25,000. ഇത് കിട്ടിയത് അറിയാലോ, നമ്മുടെ ഒറിജിനൽ ക്യാപിറ്റലിൽ നിന്ന് ഈ ലീസ്റ്റ് എമൗണ്ട് വെച്ചുള്ള പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മൈനസ് ചെയ്തപ്പോൾ. അതുപോലെ ആരുടെയും ചെയ്യണം? ബിയുടെ ഒറിജിനൽ ക്യാപിറ്റൽ 15,000 മൈനസ് ലീസ്റ്റ് ക്യാപിറ്റൽ 15,000. 15,000 മൈനസ് 15,000, ഇറ്റ് ഇസ് 0. അപ്പൊ 0 ആണ് വന്നത്. അതുപോലെ സീഡത് എങ്ങനെയാണ്? at original capital, actual capital 45,000 minus ഈ ലീസ്റ്റ് ക്യാപിറ്റൽ ബേസിൽ വന്നത് 45 minus 10,000, that is 35,000. അങ്ങനെ സർപ്ലസ് ക്യാപിറ്റൽ കിട്ടി. ഇനി ഈ പ്രോസസ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പൊ പുതിയ ക്യാപിറ്റൽ, ആദ്യത്തെ ക്യാപിറ്റൽ തന്നെ ഇതായിരുന്നു, ഇപ്പൊ പുതിയ ക്യാപിറ്റലായി. ഇനി ഈ സ്റ്റെപ്പ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സർപ്ലസ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഈ സ്റ്റെപ്സ്, ഈ 2 സ്റ്റെപ്പും കണ്ടിന്യൂ ചെയ്യുക. എന്ത് ചെയ്യണം? ഡിവൈഡ് ദ ക്യാപിറ്റൽ ബൈ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതിനുശേഷം അതിൽ നിന്ന് കിട്ടുന്ന ലീസ്റ്റ് എമൗണ്ട് ക്യാപിറ്റൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മൾട്ടിപ്ലൈ ചെയ്ത് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കണ്ടെത്തുക. പിന്നെ വീണ്ടും സർപ്ലസ് കണ്ടെത്തുക. അങ്ങനെ സർപ്ലസ് ഒരാൾക്ക് എത്തുന്നത് വരെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? സർപ്ലസ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഡിവൈഡ് ദി സർപ്ലസ് ക്യാപിറ്റൽ ബൈ ദി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇതാണ് സർപ്ലസ് ക്യാപിറ്റൽ. ഡിവൈഡ് ചെയ്യുക പ്രോഫിറ്റ് ഷെയർ, അവരവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ച്. 25,000 divided by Aയുടെ profit sharing ratio 5. 25,000 divided by 5, it is 5,000. ഇനി ബിക്ക് ഒന്നുമില്ല, ക്യാപിറ്റൽ ഒന്നുമില്ല, ബിയുടെ ഒന്നും ചെയ്യണ്ട. ഇനി അടുത്തത് സീഡത് ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ സീസ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ദാറ്റ് ഇസ് 2. 35,000 divided by 2, 17,500. ഇനി എന്താ ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ആ സ്റ്റെപ്പിൽ കിട്ടിയ ലീസ്റ്റ് ക്യാപിറ്റൽ എടുക്കുക. ലീസ്റ്റ് ക്യാപിറ്റൽ വെച്ചിട്ട് എല്ലാവരുടെയും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആ ലീസ്റ്റ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടെ ലീസ്റ്റ് ക്യാപിറ്റൽ എത്രയാണ്? 5,000 അല്ലേ? 17,500 കൊണ്ട് 5,000 കൊണ്ട്. ഇപ്പൊ ലീസ്റ്റ് എന്ന് പറയുന്നത് 5,000. എന്ത് ചെയ്യണം? 5,000 times A's profit sharing ratio, it is 5. 5,000 times 5, 25,000.
ബിക്ക് ഒന്നുമില്ല, എന്നൊന്നും ചെയ്യേണ്ട, നില്ലാണ്. അതുപോലെ സിയുടെ 5,000 ബി സ്റ്റേ എടുക്കാവുള്ളൂ. 5,000 ഇൻടു സീസ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2, ദാറ്റ് ഇസ് 10,000. നമുക്ക് എന്ത് കിട്ടി? പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി വീണ്ടും സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. സർപ്ലസ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? ഇതിന് മുന്നേ ഉള്ള സർപ്ലസ് ക്യാപിറ്റലിൽ നിന്നും ഈ ലീസ്റ്റ് പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മൈനസ് ചെയ്യുക. 25,000 ആയിരുന്നു വേണ്ടത്, എത്ര തന്നെ വന്നു? 25,000 തന്നെ. അപ്പൊ സർപ്ലസ് ഒന്നും ഇല്ല, എക്ക് സർപ്ലസ് ഒന്നും ഇല്ല. അതായത് ബിക്ക് ഓൾറെഡി ആദ്യം മുതലേ ബിക്ക് സർപ്ലസ് ഒന്നും തന്നെ ഇല്ല. ഇനി സിക്ക് എങ്ങനെ വരും? ഇതിന് മുന്നേ ഉള്ള സർപ്ലസ് ക്യാപിറ്റൽ 35,000 മൈനസ് 10,000, ദാറ്റ് ഇസ് 25,000. സർപ്ലസ് ക്യാപിറ്റൽ ഒരേ ഒരു പാർട്ട്ണറിന് മാത്രമായി. അപ്പൊ ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കാണ് കൊടുക്കേണ്ടത്? ഫസ്റ്റ് പ്രിഫറൻസ്, അതായത് നമ്മള് റിയലൈസേഷൻ എക്സ്പെൻസും ക്രെഡിറ്റേഴ്സിനും എല്ലാവർക്കും എല്ലാ എക്സ്റ്റേണൽ ലയബിലിറ്റിയും ലോണും എല്ലാം കൊടുത്തു തീർന്നു കഴിഞ്ഞ് മിച്ചം എമൗണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ആദ്യം ആരുടെ സർപ്ലസ് ക്യാപിറ്റൽ കൊടുത്ത് തീർക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു റീപേ ദ സർപ്ലസ് ക്യാപിറ്റൽ ഓഫ് സിക്കാണ് സർപ്ലസ് ക്യാപിറ്റൽ. അത് കഴിഞ്ഞ് പിന്നെ സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത് ആർക്കാ? മോളോട്ട് പോയി നോക്കുക. സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത് ആർക്കാണ്? എക്കും ആർക്കും ഉണ്ട്? സിക്കും ഉണ്ട്. അപ്പൊ എക്ക് നമ്മൾ ഇതുവരെ ഒന്നും കൊടുത്തില്ല, സിക്ക് ഓൾറെഡി 25 ഉണ്ട്. അപ്പോഴേ 25 സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി എത്രയുള്ളൂ? 35,000 25,000 മൈനസ് ചെയ്താൽ പിന്നീട് 10,000 റുപ്പീസ് ഉണ്ട് ആർക്ക് കൊടുക്കാനായിട്ട്? സിക്ക്. അതുപോലെ ക്യാഷ് ഉണ്ടെങ്കിൽ ഇവരുടെ സർപ്ലസ് കൊടുത്തു തീർക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പ്രകാരം രണ്ടു പേർക്കാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത്. ആർക്കാണ് സർപ്ലസ് എവിടെ വരുന്നത്? എക്ക് 25,000 ഉണ്ട്, സിക്ക് 35,000 ഉണ്ട്. ആദ്യത്തെ പ്രിഫറൻസ് ആദ്യം ആരുടെ 35,000 കൊടുത്തു തീർക്കാൻ നോക്കുക? സിയുടെ 35,000 ഉണ്ടെങ്കിൽ കൊടുത്തു തീർക്കാൻ നോക്കുക. അടുത്ത സെക്കൻഡ് രണ്ടുപേർക്കും ഈക്വൽ പ്രിഫറൻസ് ആണ് കൊടുക്കേണ്ടത് അടുത്ത നമ്മുടെ ഫണ്ട് വരുമ്പോഴത്തേക്കും. അപ്പൊ അവർക്ക് ആദ്യം കൊടുക്കുക. പിന്നീട് ഇവിടെ സർപ്ലസ് മൊത്തം 25ഉം 35ഉം കൊടുത്തു തീർന്നതിന് ശേഷം മാത്രം മിച്ചം ഉണ്ടെങ്കിൽ ബാക്കി എക്കും ബിക്കും സിക്കും കൂടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഒരു വർക്കിംഗ് ചെയ്തെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. ആദ്യം സർപ്ലസ് ക്യാപിറ്റൽ ആർക്കൊക്കെയാണെന്ന് കണ്ടെത്തണം. ഇനി അതിനുശേഷം ഇപ്പോഴും ഇനി നമുക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, ഇനി ഇവർക്കൊക്കെ കൊടുക്കണമല്ലോ. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ വർക്കിംഗ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. സ്റ്റേറ്റ്മെന്റ് ഷോയിങ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്യാഷ്. കാരണം നമുക്ക് കിട്ടിയ റിയലൈസേഷനിൽ നിന്ന് കിട്ടിയ തുക ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ ആ പ്രിഫറൻസ് ഓർഡർ എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം. ആദ്യം റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ഇല്ല. പിന്നീട് ഈ ക്വസ്റ്റ്യനിലുള്ളത് ക്രെഡിറ്റേഴ്സും ഉണ്ട്, എയ്സ് ലോണും ഉണ്ട്. അത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആണ്. ഇതാണ് അതിനുള്ള ഒരു ഫോമാറ്റ്. ഒരു പെർട്ടിക്കുലർ കോളം, പിന്നെ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട്, ഇവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എത്ര ഉണ്ടെന്ന് എഴുതാനുള്ള ഒരു കോളം, പിന്നീട് ആർക്കൊക്കെയാണ് പ്രിഫറൻസ്. First preference as per this question goes to creditors, then goes to A's loan, then goes to partners capital ABC. ABCയിൽ ആർക്കാണ് ആദ്യം കൊടുത്തു പോകേണ്ടത്? സിക്കാണ്. സിക്കാണ് സർപ്ലസ് ക്യാപിറ്റൽ ഫസ്റ്റ് പ്രിഫറൻസ് ഉള്ളത്. ഓക്കെ, ഇനി ആദ്യം നമുക്ക് റിയലൈസേഷൻ ഏതൊക്കെ എമൗണ്ട് നമ്മുടെ കയ്യിലുള്ളത്? റിയലൈസേഷൻ കിട്ടിയ തുക, ഫസ്റ്റ് റിയലൈസേഷനിൽ കുറച്ച് എമൗണ്ട് കിട്ടി, സെക്കൻഡിൽ കിട്ടി, തേർഡിൽ കിട്ടി. ഇത് കൂടാതെ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ബാലൻസും ഉണ്ട്, അതും നമുക്ക് യൂസ് ചെയ്യാം ഈ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനായിട്ട്. ആദ്യം എമൗണ്ട് ഡ്യൂ ആസ് പെർ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് ഇവർക്കൊക്കെ കൊടുക്കാനുള്ളത് എത്രയാണെന്നാണ് എഴുതുന്നത്. ക്രെഡിറ്ററിന് 40,000, എക്ക് 10,000. ഇതെല്ലാം നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ഫിഗേഴ്സ് ആണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എക്ക് 50,000, ബിക്ക് 15,000, സിക്ക് 45,000. ഇവർ കൊടുക്കണം. ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്? ക്രെഡിറ്റേഴ്സിന് 40,000 കൊടുക്കണം. അപ്പൊ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ലിക്വിഡ് ക്യാഷ് ഉണ്ടോ. നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കുറച്ച് എമൗണ്ട് ഉണ്ട് ക്യാഷ് ആയിട്ട്. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ എത്ര രൂപയുണ്ട് നമ്മുടെ കയ്യിൽ? വി ആർ ഹാവിംഗ് in balance sheet we are having 10,000. അപ്പൊ ഈ 10,000 ആണ് ആദ്യം യൂസ് ചെയ്യേണ്ടത്. ക്രെഡിറ്റേഴ്സ് എത്ര? 40,000. 40 കൊടുത്തു തീർക്കാൻ പറ്റില്ല, 40ന് 10 രൂപ നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതാണ് ആദ്യം എഴുതേണ്ടത്. ക്യാഷ് അവൈലബിൾ ആസ് പെർ ബാലൻസ് ഷീറ്റ്, അത് ആർക്ക് കൊടുക്കണം? ക്യാഷ് അവൈലബിൾ 10,000 രൂപയുണ്ട്. ആ 10,000 നമ്മൾ ആർക്ക് കൊടുത്തു? ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. 40,000 ആയിരുന്നു അവർ കൊടുക്കാനുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് 10,000 കൊടുക്കാൻ പറ്റി. ഇനി വീണ്ടും ബാലൻസ് ഡ്യൂ എത്ര ഉണ്ടെന്ന് നോക്കാം. ഇത് മൊത്തത്തിൽ കൊടുത്തു 10,000. നമ്മൾക്ക് ക്രെഡിറ്റേഴ്സിന് ഒന്നും തന്നെ ഇല്ല. ക്രെഡിറ്റേഴ്സിന് ഇനി എത്ര കൊടുക്കാനുണ്ട്? 40ൽ 10 കൊടുത്തു, ഇനി 30,000 കൊടുക്കണം. എക്ക് സ്റ്റിൽ 10,000, ബിക്ക് 50,000. എക്ക് 50,000, ബിക്ക് 15,000, സിക്ക് 45,000. ഇനി നമുക്ക് എവിടെന്നെങ്കിലും പൈസ കിട്ടാനുണ്ടോ? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടല്ലോ ഫസ്റ്റ് റിയലൈസേഷനിൽ. നോക്കേ, ഫസ്റ്റ് റിയലൈസേഷനിൽ നമുക്ക് 20,000 രൂപ കിട്ടി. സെക്കൻഡ് റിയലൈസേഷനിൽ 73,47. അത് നമുക്ക് ഫസ്റ്റ് റിയലൈസേഷൻ എടുക്കാം. ഫസ്റ്റ് റിയലൈസേഷൻ ആണ് ഇനി നമുക്ക് കിട്ടുന്ന തുക നമ്മുടെ കയ്യിലുള്ളത്. ഫസ്റ്റ് റിയലൈസേഷൻ എത്ര രൂപയാണ്? 20,000. അത് ആർക്ക് കൊടുക്കാം?
അതും അങ്ങ് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാം. കാരണം 30,000 കൊടുക്കാനുണ്ട് അവർക്ക് ഇപ്പം. അതിൽ 20 എന്നിട്ടും തികയുന്നില്ല, 20 കൊടുക്കുക. 20 കൊടുത്തിട്ട് വീണ്ടും ബാലൻസ് എടുക്കുക. 30ൽ 20 ക്രെഡിറ്റേഴ്സിന് അങ്ങ് കൊടുത്തു കഴിഞ്ഞു. പിന്നെ വീണ്ടും ഇനിയും ഉണ്ട് 10,000 രൂപ കൂടെ ക്രെഡിറ്റേഴ്സിന് ഇനിയും കൊടുക്കാനുണ്ട്. പിന്നീട് ബാക്കി എല്ലാവർക്കും അതുപോലെ തന്നെ നിൽപ്പുണ്ട്, ഒന്നും നമ്മൾ കൊടുത്തു തീർത്തിട്ടില്ല. ഇത് കഴിഞ്ഞ് സെക്കൻഡ് റിയലൈസേഷൻ തുക എടുക്കുക. സെക്കൻഡ് റിയലൈസേഷൻ ടോട്ടൽ എത്ര? 73,000 എന്നാ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. ഈ 73,000 വെച്ച് നമുക്ക് ഇനി എന്തൊക്കെയുണ്ട് കൊടുത്തു തീർക്കാൻ? ക്രെഡിറ്റേഴ്സിന്റെ 10,000, എയ്സ് ലോൺ 10,000, പിന്നെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആണ് കൊടുത്തു തീർക്കാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ക്രെഡിറ്റേഴ്സിന് കൊടുക്കാനുള്ളതാണ് കൊടുക്കാം. അതാണ് സെക്കൻഡ് റിയലൈസേഷൻ എമൗണ്ട് ഇവിടെ എഴുതിയിട്ട് പ്ലസ് പേ ടു ക്രെഡിറ്റേഴ്സ്. ഇതിൽ എത്ര കൊടുക്കുന്നത്? 10,000. അങ്ങനെ ക്രെഡിറ്റേഴ്സിന് 10,000 അങ്ങ് മൈനസ് ചെയ്യണം. വേറെ തുകയൊന്നും എടുക്കുന്നില്ല. അങ്ങനെ ക്രെഡിറ്റേഴ്സിന് 10,000 എടുത്തു കഴിഞ്ഞ് വീണ്ടും 73,000 10,000 എടുത്തു. ഇനി നമ്മുടെ കയ്യിൽ എത്ര ഉണ്ട്? 63,000 ഉണ്ട്. ഈ 63,000 വെച്ചിട്ട് നമുക്ക് എയ്സ് ലോൺ കൊടുക്കാനുണ്ട്, ബാക്കി പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ വേണമെങ്കിൽ കൊടുത്തു തീർക്കാം. എയ്സ് ലോൺ എത്രയല്ലേ? എയ്സ് ലോൺ എത്രയേ ഉള്ളൂ? 10,000 ഉള്ളൂ. അപ്പൊ ഈ 63,000 ആ സെക്കൻഡ് റിയലൈസേഷനിൽ നിന്ന് മിച്ചം വന്നതാണ്. അതിൽ നിന്ന് 10,000 ഇങ്ങ് എടുത്ത് ആർക്ക് കൊടുത്തു? എയ്സ് ലോൺ സെറ്റിൽ ചെയ്തു. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ബാലൻസ് എടുക്കുക. 63,000 നമുക്ക് സെക്കൻഡ് റിയലൈസേഷനിൽ നിന്ന് കിട്ടിയതാണ്, മിച്ചം കിടന്നതാണ്. അതിൽ 10,000 എയ്സ് ലോൺ കൊടുത്തു കഴിഞ്ഞു. വീണ്ടും എത്രയും കൂടെ മിച്ചം കിടപ്പുണ്ട് സെക്കൻഡ് റിയലൈസേഷനിൽ നിന്ന് കിട്ടിയത്? 53,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. ക്രെഡിറ്ററും ലോണും സെറ്റിൽ ചെയ്തു. ഇനി ആർക്കൊക്കെ കൊടുത്താൽ മതി? നമ്മുടെ പാർട്ട്നേഴ്സിന്. എക്ക് 50,000 ഉണ്ട്, ബിക്ക് 15 ഉണ്ട്, സിക്ക് 45,000 ഉണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്രയേ ഉള്ളൂ? 53,000. ഈ 53,000 ആർക്കാണ് ആദ്യം കൊടുക്കേണ്ടത്? ആദ്യം നമ്മൾ ആരുടെയാ തീർക്കേണ്ടത്? നമ്മൾ ആ സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചില്ലേ? സർപ്ലസ് ക്യാപിറ്റലിൽ ആദ്യ പ്രിഫറൻസ് ആർക്ക് കൊടുക്കണം? സിക്ക് 25,000 കൊടുക്കണം. കൊടുക്കാനുണ്ടോ എന്ന് നോക്കുക. നമ്മുടെ കയ്യിലുണ്ട് 53 ഇല്ലയോ? 53ന്ന് സി സർപ്ലസ് ക്യാപിറ്റൽ പേ ചെയ്യുക. 25,000 എടുത്ത് സിക്ക് അങ്ങ് കൊടുക്കുക. ഇനി എന്തുണ്ട് ബാലൻസ്? നമ്മുടെ ആ സെക്കൻഡ് റിയലൈസേഷന് കിട്ടിയത് ഇനി നമ്മുടെ കയ്യിൽ കുറച്ചുകൂടെ ഉണ്ട്. 53,000 ആയിരുന്നു ഇതിന് മുന്നേ ഉണ്ടായിരുന്ന. അതിൽ 25,000 എടുത്തു കഴിഞ്ഞ് ഇനി എത്ര ഉണ്ട്? 28,000 ഉണ്ട്. ഈ 28,000 നമ്മൾ ആർക്ക് കൊടുക്കും? ഇനിയും ആർക്ക് തന്നെയാണ് പ്രിഫറൻസ്? എക്കും സിക്കും. അടുത്ത സർപ്ലസിലോട്ട് പോവാം. സർപ്ലസ് ഉള്ളത് ഇവർക്ക് ഒരുപോലാണ് ഈ സ്റ്റെപ്പിൽ. രണ്ടുപേർക്കും വന്നില്ല. അപ്പൊ രണ്ടുപേർക്കും നമ്മൾ അത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കാനേ പറ്റൂ. അല്ലാതെ ഒരെണ്ണം ഈ 10,000 അങ്ങ് എടുത്ത് മറ്റേ കൊടുക്കാനൊന്നും പറ്റില്ല. ഇവരുടെയാണ്. ഇതാണ് സെക്കൻഡ് സർപ്ലസ്. അത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ സർപ്ലസ് ഇവിടാണ്. പ്രോഫിറ്റ് ഷെയറിംഗ് ഇതാണ് സർപ്ലസ്. ഞാൻ അറിയാതെ ലീസ്റ്റ് എമൗണ്ടിൽ പറഞ്ഞതല്ല. ഇതാണ് സർപ്ലസ്. 25ഉം 35ഉം. ഇവർ എക്കും സിക്കും ആണ് ഇനിയും പ്രിഫറൻസ്. ഒരുപോലെ പ്രിഫറൻസ്. ഇവിടെ ആർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ? സിക്ക് മാത്രം. ഇനി തുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേരും എക്കും സിക്കും ഈക്വൽ പ്രിഫറൻസ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലുള്ള തുകയെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എക്കും സിക്കും നമുക്ക് എത്ര ഉണ്ടായിരുന്നത്? 28,000. അതാ ഏത് റേഷ്യോയില്? എയുടെയും സിയുടെയും റേഷ്യോ 5:2. നോക്കെ, എയുടെയും സിയുടെയും റേഷ്യോ ഇങ്ങനെ അല്ലായിരുന്നു? എയുടെയും സിയുടെ റേഷ്യോ 5:2 റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക 28,000-നെ. 28,000-നെ നമ്മൾ ആർക്കൊക്കെ വീതിച്ചു കൊടുത്തു? എക്കും സിക്കും ഇൻ വിച്ച് റേഷ്യോ? 5:2 വീതിക്കുമ്പം എക്ക് 20,000-ഉം പിന്നീട് സിക്ക് 8,000-ഉം വന്നു. വീണ്ടും ബാലൻസ് നോക്കാം. ബാലൻസ് ഡ്യൂ ഈ 28 മൊത്തം നമ്മൾ യൂസ് ചെയ്തത്. സെക്കൻഡ് റിയലൈസേഷനിൽ നിന്ന് കിട്ടിയത് മൊത്തം ഇപ്പം തീർന്നു, കൊടുത്തു തീർത്തു. എന്നിട്ടും ഇനിയും ആർക്ക്? എക്ക് 30,000 കൊടുക്കാനുണ്ട്, ബിക്ക് 15,000, സിക്ക് ഇനി 12,000 കൂടെ കൊടുക്കാനുണ്ട്. ഓക്കെ, ഇനി അടുത്തത് തേർഡ് റിയലൈസേഷനിൽ നമുക്ക് പൈസ കിട്ടിയല്ലോ. പൈസ ഒന്നും ഇല്ല. സെക്കൻഡ് റിയലൈസേഷനിൽ പൈസ മൊത്തം കൊടുത്തു തീർത്തു. ഇനി തേർഡ് റിയലൈസേഷനിൽ എമൗണ്ട് കൊണ്ടുവന്നു 47,000. ഈ 47,000 ആർക്ക് കൊടുക്കും? ഇവർക്ക് 3 പേർക്കും കൊടുക്കാനുണ്ട്. പക്ഷേ എയുടെയും സിയുടെയും സർപ്ലസ് ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. കാരണം എയുടെ സർപ്ലസ് എന്ന് പറയുന്നത് 25,000 അല്ലായിരുന്നു ആദ്യം കിട്ടിയ സർപ്ലസ്. ബിയുടേത് 35,000 ആയിരുന്നു. അങ്ങനെ എക്ക് ഇതുവരെ നമ്മൾ 20,000 രൂപയും കൊടുത്തു. 20,000 കൊടുത്തില്ല ഇതാ ഇപ്പോഴ്. പിന്നീട് സിക്ക് നമ്മൾ ആദ്യം ഒരു 25,000 രൂപ കൊടുത്തു. പിന്നീട് ഇതാ ഇപ്പൊ എത്ര കൊടുത്തു? ഈ സ്റ്റെപ്പിൽ വന്നപ്പോഴത്തേക്കും വീണ്ടും ഒരു 8,000 കൂടെ കൊടുത്തു. അപ്പൊ ഇനി സിക്ക് ഇനി സർപ്ലസിന്റെ പ്രപ്പോർഷൻ എത്ര കിട്ടാനുള്ളത്? 35,000 മൈനസ് 25,000 എന്ന് പറയുന്നത് 10,000. 10,000 8,000 പോയാൽ 2,000 കൂടെ കിട്ടാനുള്ള. എക്കോ 5,000 കൂടെ കിട്ടാനുള്ള. അതോടുകൂടി അവിടെ സർപ്ലസ് സെറ്റിൽമെന്റ് കഴിയും. ഓക്കെ, അപ്പൊ സർപ്ലസ് എത്രയാണ് കൊടുക്കാനുള്ളത്? അതിനി അഡ്ജസ്റ്റ് ചെയ്യുക. സർപ്ലസ് ആർക്കൊക്കെയാണ് കൊടുക്കാനുള്ളത്? എക്കും സിക്കും നിമിഷം വരുന്നത് കൊടുക്കുക.
എക്ക് 25,000 minus 20,000, that is 5,000. 5,000. പിന്നീട് സിക്ക് 2,000. അവരുടെ കോളത്തിൽ അത് എഴുതാം. 5,000, 2,000 മൈനസ് ചെയ്ത് കഴിഞ്ഞ് ഇനിയും ഉണ്ടല്ലോ ബാലൻസ്. ഇവിടെയും 47,000 നമ്മൾ 5,000 എടുത്തു, 2,000 എടുത്തു. ഇനി എത്രയേ ഉള്ളൂ മിച്ചം? 40,000 ഉള്ളൂ മിച്ചം. ഈ 40,000 ഇനി നമുക്ക് ഈക്വൽ പ്രിഫറൻസ് ആണ്. കാരണം എയുടെയും സിയുടെയും സർപ്ലസ് ക്യാപിറ്റൽ മൊത്തത്തിൽ നമ്മൾ കൊടുത്തു തീർത്തു. ഇനിയുള്ള തുക ആർക്കുള്ളതാണ്? ഈ 40,000 എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും സിക്കും ഉള്ളതാണ്. എങ്ങനെ അവർക്കത് വീതിച്ചു കൊടുക്കേണ്ടത്? അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. സോ remaining 40,000 should be paid to A, B and C in their profit sharing ratio, that is 5:3:2. അപ്പൊ 40,000 5:3:2 വീതിക്കുമ്പോൾ 20, 12, 8,000. ഇത്രയേ ഉള്ളൂ. ഒരു ഡിഫറൻസ് എടുക്കുക. 25,000 20,000 നമ്മൾ കൊടുത്തു. ഇനി എത്ര ഉണ്ട്? 5,000. 15,000 12,000 മൈനസ് ചെയ്ത 3,000. 10,000, 8,000 വരെ 2,000. ഇതിനെ നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? റിയലൈസേഷൻ. ഇത് അവരുടെ നഷ്ടമാണ്. റിയലൈസേഷൻ ലോസ്. ഓക്കെ. ഇനി ആസ് യൂഷ്വൽ നിങ്ങൾ എന്ത് പ്രിപ്പയർ ചെയ്യുക? റിയലൈസേഷൻ അക്കൗണ്ട്. റിയലൈസേഷൻ അക്കൗണ്ടിൽ എന്തോ ഫോമാറ്റ്? ഫസ്റ്റ് വി നീഡ് ടു ക്ലോസ് ഓൾ ദി അസറ്റ്സ്. ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ അസറ്റുകളും ക്ലോസ് ചെയ്യുക എക്സെപ്റ്റ് ക്യാഷ് ആൻഡ് ഫിക്ടീഷ്യസ് അസറ്റ്. ബാലൻസ് ഷീറ്റ് വാല്യൂസ് ആണ് ഇവിടെ എഴുതാനായിട്ടുള്ളത്. ഓക്കെ. അതുപോലെ എന്ത് ചെയ്യുക? ലയബിലിറ്റി ക്ലോസ് ചെയ്യുക. ഏതൊക്കെ ലയബിലിറ്റിയാ? ക്രെഡിറ്റേഴ്സ് ക്ലോസ് ചെയ്യാം. ഒരെണ്ണം കൂടെ ഉണ്ട്, എയ്സ് ലോൺ. അത് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ക്ലോസ് ചെയ്യുക. ഇനി എന്താ ചെയ്യുന്നത്? ഈ അസറ്റ് റിയലൈസ് ചെയ്ത് പൈസ കിട്ടിയില്ലേ, അത് റെക്കോർഡ് ചെയ്ത ബാങ്ക് 3 പ്രാവശ്യമായിട്ടാണ് കിട്ടിയത്. 3ഉം സെപ്പറേറ്റ്ലി ആണ് എഴുതിയിരിക്കുന്നത്. ബൈ ബാങ്ക് എന്ന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റിയലൈസേഷൻ. ഇനി ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യുക. ലയബിലിറ്റീസ് ഏതൊക്കെ ലയബിലിറ്റിയാ? ക്രെഡിറ്റർ. എങ്ങനെ നമ്മൾ പേ ഓഫ് ചെയ്തത്? ആദ്യം നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നോക്കണം. മൊത്തം കൊടുത്ത് തീർത്തു. അത് പക്ഷെ പല ഘട്ടങ്ങളായിട്ടാണ് കൊടുത്തത്. ക്രെഡിറ്റേഴ്സിന് ആദ്യം 10,000 കൊടുത്തു, പിന്നീട് 20,000 കൊടുത്തു, അങ്ങനെ 30, പിന്നീട് 10,000 കൂടെ കൊടുത്തു. അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ് കൊടുത്തത്. അപ്പൊ നമ്മൾ 3 പ്രാവശ്യം എങ്ങനെ എഴുതണം? ആദ്യം ടു ബാങ്ക് 10,000, പിന്നെ ടു ബാങ്ക് 20,000, പിന്നെ ടു ബാങ്ക് 10,000. ഓക്കെ. ഈ ക്വസ്റ്റനിൽ റിയലൈസേഷൻ എക്സ്പെൻസ് ഒന്നുമില്ല, അതുകൊണ്ട് ഒന്നും എഴുതണ്ട. വേറെ ഒന്നും റെക്കോർഡ് ചെയ്യാനില്ല. നമ്മുടെ റിയലൈസേഷൻ അക്കൗണ്ടിൽ ഇത്രയും കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള. ഇപ്പൊ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ. പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ റിയലൈസേഷൻ അത് നമുക്ക് തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ കിട്ടിയാൽ ഇത് ഇവിടെ അടുത്ത് റിയലൈസേഷൻ ലോസ് ആകുമ്പോൾ റിയലൈസേഷൻ അക്കൗണ്ടിന് പഠിച്ചത്. നിങ്ങൾ ഒന്നി ബാലൻസ് ചെയ്ത് നോക്കുമ്പോൾ ഈ സെയിം ആൻസർ തന്നെ കിട്ടണം. അല്ലെങ്കിൽ ഇതങ്ങ് എടുത്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ടാലി ആവണം. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. ദിസ് ഇസ് റിയലൈസേഷൻ ലോസ്. റിയലൈസേഷൻ ലോസ് ആണ്. ഓക്കെ. റിയലൈസേഷൻ അക്കൗണ്ട് കഴിഞ്ഞ് അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഫസ്റ്റ് ഐറ്റം ബാലൻസ്. ഇതാണ് ഫസ്റ്റ് പോസ്റ്റിംഗ്. ബാലൻസ് ബി ഡി എല്ലാവർക്കും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതിനുശേഷം നമ്മൾ റിയലൈസേഷൻ ലോസ് റെക്കോർഡ് ചെയ്തു. തന്നെ ഞാൻ ആ ഓർഡറിലാണ് പറയുന്നത്. ഫസ്റ്റ് ചെയ്ത് റിയലൈസേഷൻ ലോസ് റെക്കോർഡ് ചെയ്ത്, പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർക്ക് ഓരോ പാർട്ട്നേഴ്സിന് നമ്മൾ പൈസ കൊടുത്തില്ലയോ? സർപ്ലസ് ക്യാപിറ്റലും ഒക്കെ നമ്മൾ കൊടുത്തു. തന്നെ പാർട്ട്നേഴ്സിന് പേയ്മെന്റ് നടത്തിയതാണ്ട് ഇതാണ്. ആദ്യം നമ്മൾ ആർക്കാണ് കൊടുത്തത്? ഫസ്റ്റ് വി പെയ്ഡ് ടു സി. സിക്ക് തന്നെ 25,000 രൂപ കൊടുത്തു. പിന്നീട് നമ്മൾ എയ്ക്ക് 20,000 രൂപ കൊടുത്തു, സിക്ക് 8,000 രൂപ കൊടുത്തതൊക്കെ സർപ്ലസ് ക്യാപിറ്റൽ സെറ്റിൽ ചെയ്യാൻ കൊടുത്തതാണ്. പിന്നീട് എയ്ക്ക് 5,000 കൊടുത്തു, സിക്ക് 2,000 കൊടുത്തു. ഇതൊക്കെ സർപ്ലസ് ക്യാപിറ്റൽ സെറ്റിൽ ചെയ്യാൻ കൊടുത്തതാണ്. പിന്നീട് ബാക്കിയുള്ളത് പിന്നെ ഇവിടെ വെച്ചായപ്പോ സർപ്ലസ് ക്യാപിറ്റൽ മൊത്തം കൊടുത്തിരുന്നു. എയുടെയും സിയുടെയും സർപ്ലസ് ക്യാപിറ്റൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ക്യാപിറ്റൽ ബാക്കി നമ്മൾ കൊടുത്ത ഏതൊക്കെയാണ്? 20,000, 12,000, 8,000. അപ്പൊ ഇതെല്ലാം ടു ബാങ്ക് എന്ന് പറഞ്ഞ് വരും. ഇവർക്ക് എല്ലാവർക്കും നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ട്. അതിനെ ടു ബാങ്ക് എന്ന് പറഞ്ഞ് എഴുതണം. പാർട്ട്നേഴ്സിന് കൊടുത്ത എമൗണ്ട് അതാണിത്. ആദ്യം എക്ക് സർപ്ലസ് ക്യാപിറ്റൽ 20,000 കൊടുത്തിട്ടുണ്ട്, സിക്ക് 25 കൊടുത്തിട്ടുണ്ട്. പിന്നീട് എക്ക് 20യും സിക്ക് 8,000 സർപ്ലസ് ക്യാപിറ്റലാണ്. പിന്നീട് സർപ്ലസ് ക്യാപിറ്റൽ എക്ക് 5,000, സർപ്ലസ് ക്യാപിറ്റൽ സിക്ക് 2,000 കൊടുത്തു. പിന്നീട് മിച്ചമുള്ള തുക എല്ലാവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുത്തു. രണ്ട് സൈഡും ടാലി ആവണം. എല്ലാം നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ബോത്ത് സൈഡ് ഷുഡ് ബി ഈക്വൽ. പിന്നീട് ആസ് യൂഷ്വൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് 10,000. പിന്നെ റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്നും ഇത് നമ്മുടെ അസറ്റ് റിയലൈസ് ചെയ്ത ഫസ്റ്റ് റിയലൈസേഷൻ, ഇത് സെക്കൻഡ് റിയലൈസേഷൻ കിട്ടിയ എമൗണ്ട്, ഇത് തേർഡ് റിയലൈസേഷൻ കിട്ടിയ എമൗണ്ട്. പിന്നീട് ക്രെഡിറ്റേഴ്സിന്
ആദ്യം 10,000 കൊടുത്തു, പിന്നെ ക്രെഡിറ്റേഴ്സിന് 20,000 രൂപ കൊടുത്തു, പിന്നീട് 10,000 രൂപ കൊടുത്തു. പിന്നീട് എയുടെ ലോൺ സെറ്റിൽ ചെയ്തില്ലേ 10,000 രൂപയ്ക്ക്. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ റെസീപ്റ്റ്സും ക്രെഡിറ്റ് സൈഡിൽ പേയ്മെന്റ്സും ആണ്. പിന്നീട് സിയുടെ സർപ്ലസ് ക്യാപിറ്റൽ 25,000 കൊടുത്തു, എയുടെ സർപ്ലസ് ക്യാപിറ്റൽ 20,000 കൊടുത്തു, സിയുടെ സർപ്ലസ് ക്യാപിറ്റൽ 8,000 കൊടുത്തു, ഇവിടെ എയുടെ സർപ്ലസ് ക്യാപിറ്റൽ 5,000 കൊടുത്തു, സിയുടെ സർപ്ലസ് ക്യാപിറ്റൽ 2,000 കൊടുത്തു. ഇവിടെ വന്നപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും സർപ്ലസ് ക്യാപിറ്റൽ പേയ്മെന്റ് തീർന്നു. ഇനി ബാക്കി നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയും കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ എക്കും ബിക്കും സിക്കും അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുത്ത എമൗണ്ട് ആണിത്. ബോത്ത് സൈഡ് ഓഫ് ബാങ്ക് അക്കൗണ്ട് ഷുഡ് ബി ഈക്വൽ. അപ്പൊ ഇതാണ് പീസ്മെയിൽ ഡിസ്ട്രിബ്യൂഷൻ. പീസ്മെയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഈ രീതിയിലാണ്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ഇതിൽ വർക്കിംഗ് ചെയ്യാനുള്ളത് എപ്പോഴും ഓർത്തോണം. എന്തൊക്കെയാണ് വർക്കിംഗ് ഉള്ളത്? വർക്കിംഗ് ഒന്ന് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഷോയിങ് സർപ്ലസ് ക്യാപിറ്റൽ. ആർക്കാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളതെന്ന് കണ്ടെത്തുക. സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളതെന്ന് കണ്ടെത്തുന്നത് സ്റ്റെപ്സ് നല്ല രീതിയിൽ ഓർത്ത് വെച്ചേക്കുക. ആദ്യം ജസ്റ്റ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുക. ഇത് എഴുതിയില്ലെങ്കിലും ഒന്നുമില്ല, ഓർത്തിരുന്നാലും മതി. പിന്നീട് ക്യാപിറ്റൽ എഴുതണം. ക്യാപിറ്റൽ മറന്നു പോകാതെ എഴുതണം. അവിടെ തൊട്ടാണ് തുടങ്ങേണ്ടത്. ക്യാപിറ്റൽ എഴുതുമ്പോൾ ബാലൻസ് ഷീറ്റിലുള്ള ക്യാപിറ്റൽ എഴുതുക. അതിനകത്ത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ജനറൽ റിസർവോ അക്യുമുലേറ്റഡ് ലോസസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ക്യാപിറ്റൽ എഴുതാൻ പാടുള്ളൂ. 3 പാർട്ട്നേഴ്സ് എത്ര പേരുണ്ടോ അവരുടെ എല്ലാം ക്യാപിറ്റൽ എഴുതുക. അതിനുശേഷം ഇവരുടെ ക്യാപിറ്റലിനെ അവരവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ച് ഡിവൈഡ് ചെയ്യുക. അതിനുശേഷം ഈ ഡിവൈഡ് ചെയ്തതിൽ ആർക്കാണ് ലീസ്റ്റ് ക്യാപിറ്റൽ ഉള്ളത് ആ ക്യാപിറ്റലിനെ ബേസ് ആക്കി നിർത്തിക്കൊണ്ട് മറ്റ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ആ ബേസിലോട്ട് ഫിക്സ് ചെയ്യുക. അതിനെന്താ ചെയ്യേണ്ടത്? ആ ബേസ് ക്യാപിറ്റൽ ഇൻടു ഓരോ പാർട്ട്നേഴ്സിന്റെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. അതിനുശേഷം സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ആദ്യം എഴുതിയ ഒറിജിനൽ ക്യാപിറ്റലിൽ നിന്നും ഈ ഇപ്പം കണ്ടുപിടിച്ച പ്രൊപ്പോർഷനേറ്റ് ക്യാപിറ്റൽ മൈനസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചതിന് ഈ ക്യാപിറ്റൽ കഴിഞ്ഞ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്തു, ടേക്ക് ദ ലീസ്റ്റ് എമൗണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്യാപിറ്റൽ കണ്ടുപിടിച്ചതിന് ശേഷം ഡിവൈഡ് ദി ക്യാപിറ്റൽ ടേക്ക് ദ ലീസ്റ്റ് എമൗണ്ട്. അങ്ങനെ ചെയ്തിട്ട് പിന്നീട് എന്ത് കണ്ടുപിടിക്കുക? സർപ്ലസ് ക്യാപിറ്റൽ. പിന്നീട് ഈ ക്യാപിറ്റലും ലീസ്റ്റ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് വെച്ച് സർപ്ലസ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കണം. എപ്പോഴും വരാണ് ഒരാൾക്കാവണം ലാസ്റ്റ് ഒരാൾക്ക് സർപ്ലസ് ക്യാപിറ്റൽ കാണാൻ പാടില്ല. അങ്ങനെ സർപ്ലസ് ക്യാപിറ്റൽ കണ്ടെത്തും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ ആരുടെ വന്ന് നിന്ന് സിക്കാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത്. പക്ഷെ തുടക്കത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ആർക്കൊക്കെയാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ മനസ്സിലാവും ആർക്കൊക്കെയാണ് സർപ്ലസ് ക്യാപിറ്റൽ ഉള്ളത്. ഈ ക്വസ്റ്റ്യനിൽ എക്കും സിക്കും മാത്രമേ ഉള്ളൂ എന്ത്? സർപ്ലസ് ക്യാപിറ്റൽ. എക്ക് ടോട്ടൽ 25,000ഉം സിക്ക് 35,000. അപ്പൊ ആദ്യം പേ ചെയ്യേണ്ടത് ആർക്കാണ്? സിക്ക്. അത് ഈ ലാസ്റ്റ് വരുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ആദ്യം പേ ചെയ്യുക. അയക്കാണ് ഒറ്റയ്ക്കാണ് പ്രിഫറൻസ്. പിന്നെ അത് കഴിഞ്ഞ് വന്ന സർപ്ലസ് ക്യാപിറ്റൽ രണ്ടുപേർക്കും ഈക്വൽ പ്രിഫറൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം? എന്ത് തുകയുണ്ടെങ്കിലും അത് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചു കൊടുക്കുക. കറക്റ്റ് എമൗണ്ട് ഉണ്ടെങ്കിൽ ഫുള്ള് കൊടുക്കുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവർക്ക് ഷെയർ ചെയ്ത് സർപ്ലസ് ക്യാപിറ്റൽ സെറ്റിൽ ചെയ്ത് തീർക്കുക. തീർത്തതിന് ശേഷം മാത്രമേ ഇവരുടെ ആക്ച്വൽ ക്യാപിറ്റൽ റീപേയ്മെന്റ് ചെയ്യാൻ പാടുള്ളൂ. സോ താങ്ക് യു.